അറേബ്യൻ മരുഭൂമിയുടെ അനന്തമായ മണൽ സമുദ്രത്തിനടിയിൽ മനുഷ്യ ചരിത്രത്തിന്റെ തന്നെ അതിപുരാതനമായ ഒരു രഹസ്യം ഏറെ നാൾ മറഞ്ഞുകിടന്നിരുന്നു. എന്നാൽ ആ ഒരു രഹസ്യമൊരിക്കൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ഇസ്ലാമിന്റെ ഉത്ഭവ കേന്ദ്രവും തറവാടുമാണ് സൗദി അറേബ്യ എന്ന അറേബ്യൻ രാജ്യം. ഇസ്ലാം ഉത്ഭവിക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പരക്കുകയും ചെയ്തത് ഇവിടെ നിന്നാണ്. എന്നാൽ ആ ഒരു മണ്ണിൽ നിന്നാണ് 8000 വർഷം പഴക്കമുള്ള ക്ഷേത്ര നഗരാവശിഷ്ടങ്ങൾ ഗവേഷകർ കണ്ടെത്തിയത്. ഈ ഒരു കണ്ടെത്തൽ സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലായി കരുതപ്പെടുന്നു. അതായത് ആധുനിക ലോകത്തിനു മുൻപേ പിരമിഡുകൾ പണിയുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ അറേബ്യൻ മരുഭൂമിയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 2000ങ്ങളുടെ തുടക്കത്തിൽ സൗദി അറേബ്യയിലെ പുരാവസ്തു ഗവേഷകർ വിമാന ചിത്രങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങളും പരിശോധിക്കുന്നതിനിടയിലാണ് അസാധാരണമായ നീളമുള്ള കല്ലുകൾ അവരുടെ കണ്ണിൽപ്പെടുന്നത്. ഒറ്റനോട്ടത്തിൽ അത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് ഈ ഒരു ചരിത്രത്തിലേക്ക് ഗവേഷകർ എത്തുന്നത്. മരുഭൂമിയിൽ നീണ്ടു നിൽക്കുന്ന ചതുരാകൃതിയിലുള്ള കൽമതിലുകൾ അവർ കണ്ടെത്തി. അതിൽ ചിലതിന് 450 മീറ്റർ വരെ നീളമുണ്ടായിരുന്നു. എന്നാൽ ഈ കൽമതിലുകൾ വെറും ഒരു സാധാരണ കെട്ടിടമല്ലായിരുന്നു. അത് മനുഷ്യൻ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഈ ഒരു ക്ഷേത്രത്തിനടുത്തു നിന്നും നിരവധി ബലിപീഠങ്ങളും നിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യകേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങളും 2807 ശവകുടീരങ്ങളും കണ്ടെത്തി. 8000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രദേശം മരുഭൂമിയായിരുന്നില്ല. അവിടെ പച്ചപ്പുള്ള പുൽമേടുകളും ചെറുനദികളും വന്യജീവികളും പശുക്കളുമെല്ലാം വസിച്ചിരുന്നു. അതിനാൽ അന്ന് കന്നുകാലികളെ വളർത്തുന്ന ആദിമ സമൂഹങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. മുസ്താദിൽ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം മറ്റുള്ളവയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് കുടിലുകളോ മുറികളോ ഇല്ല. പകരം വളരെ നീളം കൂടിയ ചതുരാകൃതിയിലുള്ള കൽമതിലുകളുടെ ഒരു സമുച്ചയമാണിത്. ഇതിന്റെ ഒരു വശത്തായി ഒരു ചെറിയ പ്രവേശന കവാടവും മറ്റൊരു വശത്തായി ഒരു വിശുദ്ധ സ്ഥലവുമുണ്ട്. ഈ ഒരു വിശുദ്ധ സ്ഥലത്ത് ഗവേഷകർ നടത്തിയ തിരച്ചിലിൽ അസാധാരണമായ പല വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. പശുക്കളുടെ കൊമ്പുകളും തലച്ചോറുകളും എല്ലുകളുമായിരുന്നു അവ. അതായത് കന്നുകാലികളുമായി ബന്ധപ്പെട്ട ആരാധനകൾ ഇവിടെ നടന്നിരുന്നു. ആദിമ മനുഷ്യരുടെ ജീവിതത്തിൽ കന്നുകാലികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പാൽ, ഭക്ഷണം, ജീവിതവുമെല്ലാം ഈ കന്നുകാലികളുമായാണ് ബന്ധപ്പെട്ട് കിടന്നിരുന്നത്. അക്കാരണത്താൽ തന്നെ പല പുരാതന സംസ്കാരങ്ങളിലും കന്നുകാലികളെ വിശുദ്ധമായി കരുതിയിരുന്നു. അതിന്റെ ഭാഗമായി അവിടെ ദൈവത്തിനായി ബലിയർപ്പിക്കുന്നതും അന്ന് പതിവായിരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്താനും മഴയ്ക്കും സമൃദ്ധിക്കും നല്ല വിളവ് കിട്ടാനുമൊക്കെയാണ് ഇത്തരത്തിൽ ബലികൾ നടത്തിയിരുന്നത്. ഇത് മനുഷ്യർ നിർമ്മിച്ചെടുത്ത ആദ്യകാല മതപരമായ സമൂഹ ചടങ്ങുകളുടെ തെളിവുകളിലൊന്നായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ലളിതമായ ഉപകരണങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ കാലത്ത് എങ്ങനെ ആളുകൾ ഇത് നിർമ്മിച്ചു എന്നത് ഇന്നും ഒരു അത്ഭുതമാണ്. മാത്രമല്ല, ഒരു മുസ്താദിൻ നിർമ്മിക്കാനായി നൂറുകണക്കിന് ആളുകളുടെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതായത് അക്കാലത്തെ സമൂഹം ഒരുമിച്ച് കൂട്ടായി പല കാര്യങ്ങളും ചെയ്തിരുന്നു എന്നർത്ഥം. ഈ ഒരു പ്രദേശത്തെ ആളുകൾക്കായി മാത്രം നിർമ്മിച്ച ഒരു ക്ഷേത്രമല്ലിത്. വിവിധ ഇടങ്ങളിലെ പല ഗോത്രവിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നിരുന്ന ഒരു പുണ്യസ്ഥലം കൂടിയായിരുന്നു ഇത്. അതായത് പല പല ഗോത്രവിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിർമ്മിച്ചതായിരിക്കാം ഇതെന്നും കരുതപ്പെടുന്നു. അങ്ങനെ കാലങ്ങളോളം നിലനിന്നിരുന്ന ഈ ഒരു പ്രദേശമെന്നാൽ കാലക്രമേണയുള്ള അറേബ്യൻ കാലാവസ്ഥയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടു. പച്ചപ്പുള്ള ഭൂമി മരുഭൂമിയായി മാറിയതോടെ നദികൾ വറ്റിവരണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അതോടെ ജനങ്ങൾ ഈ നഗരം വിട്ട് മറ്റൊരിടത്തേക്ക് കുടിയേറുകയായിരുന്നു. അതിനാൽ അവർ കെട്ടിപ്പടുത്ത ഈ ക്ഷേത്രവും ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ മെല്ലെ മെല്ലെ ഈ ഒരു ക്ഷേത്രം മണ്ണിനടിയിലായി. ആയിരക്കണക്കിന് വർഷങ്ങളോളം അത് മണ്ണിനടിയിൽ തന്നെ മറഞ്ഞിരുന്നു. ഇന്ന് സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ 1000-ലധികം മുസ്താദിൽ ഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അക്കാലത്ത് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ഘടനയിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ ഭൂമിക്കടിയിൽ നിരവധി ചരിത്രാവശേഷിപ്പുകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം അവരുടെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും നിരവധി കഥകളാണ് നമ്മളോട് പറയാനുള്ളത്.